രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ അനുഭാവപൂർവ്വമായ നിലപാടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറയുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ എനിക്കിന്ന് വിമർശനമുണ്ട് അദ്ദേഹം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ തവണ വരുമ്പോഴുമൊക്കെ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗ്രൗണ്ട് എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. അദ്ദേഹം കഴിഞ്ഞ 3 തവണ വന്നപ്പോഴും ഇന്നും അടക്കം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? അത് മുഖ്യമന്ത്രിക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവർ ദേശീയ തലത്തിൽ ഒരു മുന്നണിയാണ്. ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ പറയുന്ന അതേ ആരോപണം ശരി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണ്? പിണറായി വിജയനെ ദേശീയ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ ആവശ്യം? അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം പറയണം. പിണറായി വിജയൻ അപ്പോൾ ഇനി അഥവാ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണി ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി അത്തരം പ്രതിഷേധങ്ങളുടെ ഭാഗമാവുകയില്ല എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നതുകൂടി അദ്ദേഹം പറയണം. ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്, എന്തുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടാകാത്തത്, എന്നെ ചോദ്യം ചെയ്തല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കിയാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണ്ടതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പം BJPക്കെതിരേക്ക് ദേശീയ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരൊറ്റ വാക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ദേശീയ നേതാവ് തന്നെ, ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ ആവർത്തിച്ച് ഈ കാര്യം ആവശ്യപ്പെടുന്ന 1 തവണ 2 തവണ ശരിയെന്നേ ആവർത്തിച്ച് ഈ കാര്യം ആവശ്യപ്പെടുന്നതിലൊരു ഭംഗികേടുണ്ട് എന്ന് പറയാതെ പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം പാലക്കാട്ട് സംസാരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്? പാലക്കാട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിർത്തുന്ന എത്ര കാര്യങ്ങൾ, ഡീലടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെതിരെയും CPM-നെതിരെയും ഉന്നയിച്ചു. അതിനപ്പുറത്ത് അവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം അദ്ദേഹം ഉന്നയിച്ചു. പ്രശോഭിന്റെ വിഷയം അന്നൊക്കെ വാർത്തയിൽ കത്തി നിൽക്കുന്ന ദിവസമാണ്. അതുപോലും ഉന്നയിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ മേഖലയിൽ വന്നിറങ്ങി, ഒരു രാഷ്ട്രീയ കൺവെൻഷനിൽ വന്നിറങ്ങി സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം എന്ന കാര്യത്തിലൊരു ഗൃഹപാഠം അവിടെ ദൃശ്യമാണ്. രാഹുലിന്റെ കാര്യത്തിലും സോറി അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു പോകേണ്ടി വരുന്നു. മറ്റാരുണ്ട് LDF അല്ലാതെ?